ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രിക്കൽ റൈസ് കുക്കറിൻ്റെ അൺബോക്സിങ് അതിൻ്റെ ഡീറ്റെയിൽസുമാണ്. ആദ്യം തന്നെ നമുക്ക് പാക്കറ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതൊരു ഒമേഗ എന്ന് പറയുന്ന കമ്പനിയുടെ ഇലക്ട്രിക്കൽ റൈസ് കുക്കറാണ്. ഇത് അത്യാവശ്യം ഹൈ പവർ ഉള്ളൊരു കൊമേഴ്സ്യൽ ആയിട്ടുള്ള റൈസ് കുക്കറാണ്. 2850 വാട്ടും 220 വോൾട്ടുമാണ് അതിൻ്റെ പവർ വരുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 27 ലിറ്ററാണ്. അത് 100 കപ്പാണ് അതിൻ്റെ കപ്പാസിറ്റി പറയുന്നത്. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ തെർമോക്കോൾ കാര്യങ്ങൾ വെച്ചാണ് ഇത് വരുന്നത്. നമുക്ക് ഇത് നമുക്ക് പുറത്തേക്ക് എടുത്ത് എല്ലാം മാറ്റാവുന്നതാണ്. ഇത് ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമുക്കിതിൽ റൈസും കാര്യങ്ങളും കുക്ക് ചെയ്യുകയും ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടത് ചൂടാറാതെ വാം ചെയ്ത് വയ്ക്കാനുള്ള സംവിധാനം ഇത്തരത്തിൽ നമുക്കുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി ആദ്യം പറഞ്ഞാൽ 100 കപ്പാണ്, അതായത് 27 ലിറ്റർ. നമ്മൾ കണക്ക് പറയുവാണെങ്കിൽ 9 ലിറ്റർ അൺകുക്കഡും അതല്ലെങ്കിൽ 50 കപ്പ് അൺകുക്കഡ് റൈസാണ് നമ്മളതിൻ്റെ അളവിൽ പറയണത്. ടോട്ടലാണ് വെന്ത് വരുമ്പോഴുള്ള അളവിലാണ് ഈ 100 കപ്പ് എന്ന് പറയണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ മാനുവലും ഒരു കപ്പും 1-2 തവിയും ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബേസ് വെക്കുന്നൊരു ഷീറ്റ് പോലെയുള്ള സാധനമുണ്ട്. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇത് നോൺ സ്റ്റിക്ക് ആയിട്ടുള്ളൊരു പാനാണത്. ഇതിൻ്റെ മാനുവൽ നോക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം അളവും ഡീറ്റെയിൽസ് ഇല്ലാത്ത കൊടുത്താറുണ്ട്. അതാദ്യം പറഞ്ഞാൽ നമുക്ക് റൈസ് ഇതുപോലെ ഡയറക്റ്റ് കുക്ക് ചെയ്യുകയോ അത് കഴിഞ്ഞ് നമുക്കത് ചൂടാറാതെ വാം ചെയ്ത് വയ്ക്കുകയും ചെയ്യാൻ പറ്റും. അങ്ങനെ 2 ഓപ്ഷൻ അതിലുണ്ട്. ഇത് 1 മീറ്ററോളം നീളത്തിലുള്ള വയറാണ് ഇതിന് വരുന്നത്. അത്യാവശ്യം പവറോടെ ഒരു പ്ലഗാണ് ഇതിൻ്റെ. റൈസ് കുക്ക് ഉപയോഗിക്കുന്ന ഈ പാത്രത്തിൻ്റെ മെറ്റീരിയൽ നോൺ സ്റ്റിക്കാണ്. ഈ കുക്കർ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. അതുപോലെ തന്നെ ബാക്കിൽ നമുക്കിതിൻ്റെ തുറക്കുന്നതിൻ്റെ ഏരിയയിലായിട്ടൊരു നീരാവിയൊക്കെ ശേഖരിക്കാനുള്ളൊരു ട്രേ പോലെ ഇവിടെയുണ്ട്. ഇനി നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ഓറഞ്ച് ലൈറ്റ് തെളിഞ്ഞ് കിടക്കണം, അത് വാമിലാണ്. അപ്പം ആ സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് ഡയറക്റ്റ് റൈസ് കുക്ക് ചെയ്യണമെങ്കിൽ ആ കുക്കിലേക്കുള്ള ഇതിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ അത് നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേലേക്ക് മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റൈസ് അവിടെ വാമായിട്ടിരുന്നോളും. പിന്നെ നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ടെമ്പറേച്ചർ അവിടെ ഇരുന്നോളും. ഇത് റൈസ് കുക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതാണ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ മാനുവൽ അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ എന്തൊക്കെ സാധനങ്ങൾ വരുന്നുണ്ടെന്നും എല്ലാം അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അത് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.